ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. ഇന്ന് ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് ഒരു അടിപൊളി ക്രിസ്മസ് ഓർണമെൻ്റ് ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ 2 ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്രീനും ഗോൾഡൻ കളറുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഗ്രീനിന്ന് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് 11 സെൻറ്റിമീറ്റർ നീളം 9 സെൻറ്റിമീറ്റർ വീതിയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ 11 സെൻറ്റിമീറ്റർ രണ്ട് സൈഡിലുണ്ടാവുമല്ലോ, അതിലേതെങ്കിലും ഒരു സൈഡിൽ ഒരു 0.5 സെൻറ്റിമീറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളതിനെ സെൻറ്റർ മടക്കിയിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ആ ലൈന് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മുഴുവനായിട്ട് കട്ട് ചെയ്ത് പോകരുത്. കറക്റ്റ് ആ ലൈന് വരെ മാത്രം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ ഷീറ്റ് മുഴുവനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ മുഴുവനായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് 1 സെൻറ്റിമീറ്റർ വീതിയും 12 സെൻറ്റിമീറ്റർ നീളമാണ് കേട്ടോ വരുന്നത്. വലിയ പീസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് 11 സെൻറ്റിമീറ്റർ ആണ്. അതിലേക്കാളും 1 സെൻറ്റിമീറ്റർ കൂട്ടിയിട്ടാണ് ഈ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അത് നമുക്ക് ആ വലിയ പീസിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ചെറിയ പീസ് അതിൽ ഒട്ടിച്ചു കൊടുക്കുമ്പം അതിൻ്റെ പകുതി ഭാഗം മാത്രമാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി മറ്റേ ഭാഗം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ആ ചെറിയ പീസിക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ചെറിയ പീസിൻ്റെ 1 സെൻറ്റിമീറ്റർ പുറത്തേക്ക് എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് മറ്റേ സൈഡിൽ അകത്തേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഒരു ബോം കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 6 സെൻറ്റിമീറ്റർ സൈസിലുള്ള ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്ക് സൈഡിൽ കോർണർ ടു കോർണർ ആയിട്ട് 2 ലൈൻസ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ 4 കോർണറുകളും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 4 കോർണറും അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് 2 സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഇതുപോലെ 2 സൈഡിലുള്ള പീസുകൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ വരുന്ന ആ ഒരു പീസിനെ 3 പാർട്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. മുകളിൽ വരുന്ന ഈ ഒരു പീസ് നമുക്ക് വേണ്ട, അപ്പോൾ അതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. താഴെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ 3 പീസിൽ 2 സൈഡിലായിട്ട് വരുന്ന പീസിനെ ജസ്റ്റ് മുകളിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ വരുന്ന പീസിനെ ഒന്ന് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് അതിൽ എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കുറേ പേർക്ക് ഇപ്പോൾ ബോ ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് വെറൈറ്റി ക്രിസ്മസ് ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോട്ടിലാട്ട്, ക്രിസ്മസ് ട്രീ ഒക്കെ ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ഓർണമെൻറ്റ്സ്, വൈറ്റ് പേപ്പർ വെച്ചിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്ന് ഒരു ചെറിയ പീസ്, ഒരു തിന്നായിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് ആ റിങ്ങിൻ്റെ സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ആ ബോം കൂടെ അതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ഓർണമെൻ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു ക്രിസ്മസ് റീത്തിൻ്റെയൊക്കെ ചെറിയൊരു രൂപമാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്